സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതിയിൽ ഒടുവിൽ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നത് യുവതാരം നിവിൻ പോളിയാണ്. യുവതിയെ വിദേശത്ത് വെച്ച് ലഹരി നൽകി കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് എറണാകുളം ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. 2023 നവംബറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ദുബായിൽ വെച്ച് നടക്കുന്നത്. പിന്നീട് ഈ നേര്യമംഗലം സ്വദേശിനിയായ യുവതി ഊന്നുകൽ പോലീസിന് 1.5 മാസം മുൻപ് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല നടന്മാർക്കെതിരെയും ബലാത്സംഗ കേസും പരാതിയും ഒക്കെ വന്നു. ഇതിന് പിന്നാലെയാണ് നേര്യമംഗലം സ്വദേശിനിയായ യുവതി ആ പഴയ കേസിൽ വീണ്ടും പരാതിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചത്. ഒടുവിൽ എറണാകുളം ഊന്നുകൽ പോലീസ് നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നു. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. ദുബായിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ യുവതി 1.5 മാസം മുൻപ് നിവിൻ പോളിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം വന്ന പല ആരോപണങ്ങൾ, ഇതിന് പിന്നാലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി വീണ്ടും പരാതിയുമായി ഈ അന്വേഷണ സംഘത്തെ സമീപിക്കുന്നത്. ഒടുവിൽ എറണാകുളം ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നവമി? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ രീതിയിലാണ് സിനിമയിലെ ചില താരങ്ങൾക്കെതിരെയും മറ്റ് അണിയറ പ്രവർത്തകർക്കെതിരെയും ലൈംഗിക പീഡന പരാതികളുമായി നടിമാർ രംഗത്തെത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെയും ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ മറ്റൊരു വ്യത്യാസം എന്നോണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ, അതായത് 1.5 മാസം മുൻപ് തന്നെ ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നു. അതായത് ഊന്നുങ്കൽ പോലീസിന് ഈ പെൺകുട്ടി നിവിൻ പോളി അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകി. ഇന്ന് അല്പസമയം മുമ്പ് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1.5 മാസം മുൻപ് തനിക്ക് ഊന്നുങ്കൽ CAയുടെ ഫോൺ കോൾ വന്നിരുന്നു. ഇത്തരത്തിലൊരു പരാതി ഉണ്ടെന്ന് തന്നെ അറിയിച്ചു. പക്ഷെ താൻ അങ്ങനെ ഒരു പരാതിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറഞ്ഞു. പോലീസ് പിന്നീട് പോലീസിന്റെ പരിശോധനയിലും ഇത് വ്യാജമാണെന്ന് തെളിയുകയും പിന്നീട് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുകൂടിയാണ് നിവിൻ പോളിയോട് പറഞ്ഞത്. എന്തായാലും ഈ 1.5 മാസം മുൻപ് ഊന്നുങ്കൽ പോലീസാണ് പോലീസിന് നവമിയിലേക്ക് എത്താം. അതിനു മുൻപ് നവമിയിലേക്ക് എത്താം. അല്പസമയം മുമ്പാണ് നിവിൻ പോളി കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടത്. ഈ ആരോപണം, യുവതിയുടെ പരാതി ആരോപണം ഉൾപ്പെടെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. സംഭവത്തിന് പിന്നില്, ഈ ആരോപണത്തിന് പിന്നില് ഗൂഢാലോചനയുണ്ടെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നുമായിരുന്നു നിവിൻ പോളി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിവിൻ പോളിയുടെ വാക്കുകളിലേക്ക്. ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ, എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ.
നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിലൊരു പ്രൊസീജിയർ, അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും, ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, ഇതിനു മുൻപ് പല പീഡന കേസുകളും പല പീഡന പരാതികളും നിരവധി നടന്മാർക്കെതിരെ വന്നിരുന്നു. മുകേഷ്, മണിയൻപിള്ള രാജു, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇതുപോലുള്ള ആരോപണം വന്നു. പോലീസ് കേസെടുത്തു. പക്ഷെ ഇതുപോലെ ഈ നിവിൻ പോളിക്കെതിരെ ഈ കേസെടുത്തു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇന്ന് വൈകുന്നേരം 6:30 കൃത്യം 3 മണിക്കൂറിനുള്ളിൽ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കാണുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറയുന്നു, വിശദീകരണം നടത്തുന്നു. ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് വരെയും പറയുന്നു. പക്ഷെ നിവിൻ പോളി പറഞ്ഞത് പൂർണ്ണമായും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? യുവതിയെ കണ്ടിട്ടില്ല. ഈ നിവിൻ പോളിക്കെതിരെ 6 പേർക്കെതിരെ, നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ ഈ പോലീസ്, ഊന്നുകൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റു പ്രതികളെ ആരെയും, തനി പ്രതിപ്പട്ടികയിലുള്ള മറ്റാരെയും അറിയില്ല. ഈ നിർമ്മാതാവിനെ മാത്രമാണ് പരിചയമുള്ളത് എന്ന് നിവിൻ പോളി ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ നവമി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിവിൻ പോളി പറഞ്ഞത് തന്നെയാണ്. കാരണം 1.5 മാസം മുൻപ് ഈ പെൺകുട്ടി ഇതേ പരാതിയുമായി തന്നെ പോലീസിനെ സമീപിച്ചിരുന്നു. അന്ന് പക്ഷേ പോലീസ് കൃത്യമായി ഇതിലൊരു അന്വേഷണം നടത്തിയില്ല. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി വീണ്ടും പരാതിയുമായി രംഗത്തെത്തുന്നത്. അതിലാണ് ചെറിയൊരു ആശങ്ക, അല്ലെങ്കിൽ ആ കാര്യത്തിൽ, അതായത് ഇതിനു മുൻപ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇത്തരത്തിൽ പരാതികൾ വരുന്നത് നമുക്കറിയാം. പക്ഷെ അതിനു മുൻപ് തന്നെ നിവിൻ പോളിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഈ പെൺകുട്ടി ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു എന്ന കാര്യം കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. എന്തായാലും ഇത് പോലീസ് തന്നെ അന്വേഷിക്കട്ടെ. എന്തായാലും ഈ പെൺകുട്ടിയുടെ പരാതി പ്രകാരം 2023 വിദേശത്ത് വെച്ചാണ്, അതായത് ഡിസംബർ 12-ാം മാസം, അതായത് ഡിസംബർ മാസത്തിൽ 12-ാം തീയതി. തീർച്ചയായും നവമിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ റിട്ടയർഡ് SP സക്കറിയ ജോർജ് ചേരുന്നുണ്ട് പോലീസ് പെട്രോളിൽ തത്സമയം. ശ്രീ സക്കറിയ ജോർജ്, ഈ നിവിൻ പോളിക്കെതിരെ പോലീസ് ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നിവിൻ പോളി പറഞ്ഞ ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. താൻ ഇതുപോലെ പരസ്യമായി രംഗത്തെത്തി വിശദീകരണം നൽകാൻ കാരണമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇതുപോലെ പ്രതികരിക്കേണ്ടതല്ലേ? പല വ്യാജ പരാതികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ബ്ലാക്ക്മെയിലിംഗിന്റെ പേരിൽ പല വ്യാജ പരാതികളുമായി നിരവധി പേർ എത്തുന്നുണ്ട്. ഇതുപോലൊരു വ്യാജ പരാതിയാണ് ഇതെന്ന് നിവിൻ പോളി പറയുമ്പോൾ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയും. കാരണം ഇതുപോലെ മുകേഷും മറ്റ് പല നടന്മാരും, ഈ ആരോപണ വിധേയരായിട്ടുള്ള പ്രതിപ്പട്ടികയിലുള്ള പല നടന്മാരും ഇതുപോലുള്ള ന്യായങ്ങളുമായി, വാദങ്ങളുമായി ഒക്കെ രംഗത്തെത്തുകയാണ്. അതൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന്. പൂർണ്ണമായും ഈ നിവിൻ പോളിയുടെ ഈ വിശദീകരണത്തെ, ഈ വാദത്തെയൊക്കെ അംഗീകരിക്കാൻ കഴിയുമോ ശ്രീ സക്കറിയ ജോർജ്? ഇതിനകത്ത് പ്രധാനമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, റേപ്പിനെ പറ്റി ബ്യൂറോ പോലീസ് റിസർച്ചിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ പോലീസ് ജേണൽ. അതിനകത്ത് ഡൽഹി AIMSലെ ഡോക്ടേഴ്സ് രസ്തോഗി ആൻഡ് ശ്രീവാസ്തവ അവർ എഴുതിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു റേപ്പിനെ പറ്റി. ഹാർഡ് ടു പ്രൂവ് ആൻഡ് ഹാർഡർ ടു ഡിസ്പ്രൂവ്. അപ്പം പ്രൂവ് ചെയ്യാനും പ്രയാസമാണ്, അതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഡിസ്പ്രൂവ് ചെയ്യാൻ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്ഷേപം വരുമ്പോൾ യഥാർത്ഥ ഇന്നസെന്റ് ആണെങ്കിൽ അവരുടെ ലൈഫ് മിസബിൾ ആവുകയാണ്, അവിടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു സിസ്റ്റം. അതുപോലെ തന്നെ അവരുടെ ഡിഗ്നിറ്റിക്കും പ്രശ്നമാണ്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. അതേസമയം ഇങ്ങനൊരു സിറ്റുവേഷനുണ്ട്, ഫോൾസ് അലിഗേഷൻസിന്റെ പേരിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന പോലെ സത്യത്തിലുള്ള ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാനും പാടില്ല എന്നുള്ളത് വളരെ ഈ പറയുന്ന പർട്ടിക്കുലർ ഇപ്പോഴത്തെ കേസുകളിൽ വലിയൊരു കാര്യമാണ്. അത് തീർച്ചയായും ശ്രീ സക്കറിയ ജോർജ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ
ഈ നിഷ്കളങ്കരായിട്ടുള്ളവരെ അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ളവരെയൊക്കെ ഇതുപോലെ കള്ളക്കേസിൽ കൊടുക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ വരിക, അവരുടെ നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോഴും പറഞ്ഞ കാര്യം സ്വകാര്യതയ്ക്ക് ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയിൽ ലംഘനമുണ്ടാകരുത് എന്നൊരു കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന പല പരാതികളും ഇതിലൊക്കെ പോലീസ് കേസെടുത്തു. പലരുടെയും പേരുകൾ മാധ്യമങ്ങൾക്ക് പുറത്തുവിടേണ്ടി വന്നു. കാരണം പോലീസ് കേസെടുത്ത പിന്നാലെ മാത്രമാണ് നമ്മൾ ആ വാർത്തകളൊക്കെ പുറത്തുവിട്ടത്, അവരുടെ പേരുകൾ പുറത്തുവിട്ടത്. പക്ഷെ നിവിൻ പോളി പറഞ്ഞൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കും കുടുംബമുണ്ട്. ഞാൻ ആദ്യം ഇത്തരം ഒരു പരാതി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആദ്യം ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടത് എന്റെ അമ്മയാണ്. അമ്മയോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറഞ്ഞു ധൈര്യമായിരിക്കൂ, നിന്റെ നിരപരാധിത്വം ഞങ്ങൾക്കറിയാം. കാരണം ഇത് വളരെ വൈകാരികമായിട്ടുള്ള രീതിയിലാണ് ഒരു പ്രതികരണമാണ് നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ കുറ്റക്കാരനാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി വേണ്ടതാണ്. അതല്ല ഇതുപോലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ അത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല. പക്ഷേ സക്കറിയ ജോർജ്, ഈ നിവിൻ പോളിയുടെ കേസ് പരിശോധിച്ചാൽ ഇതുപോലുള്ള മറ്റ് കേസ്, അതായത് മുകേഷ്, മണിയൻപിള്ള രാജു, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വന്ന പരാതികളും കേസുമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ്. പക്ഷെ നിവിൻ പോളിക്കെതിരെ 1.5 മാസം മുൻപ് ഇതേ യുവതി തന്നെ ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയതല്ലേ? അത് ഞാൻ ടി വിയിൽ നിന്നും കാണാനിടയായി. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പോലീസ് വളരെ മെച്യൂരിറ്റിയോടുകൂടി അന്വേഷിക്കേണ്ടതാണ്. കാരണം ഒരിക്കലും പോലീസിന് ഇന്നസെൻസിനെ ഹരാസ് ചെയ്യാനും അതുപോലെ ക്രിമിനൽസിനെ രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കാനും പോലീസിന് പറ്റരുത്. ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ ഇപ്പോഴത്തെ പ്രസന്റ് കോണ്ടെക്സ്റ്റില്. പണ്ട് സൂര്യൻലി കേസിനകത്ത് PJ കുര്യൻ പഴയ XMPയുടെ പേരിൽ കേസുണ്ടായിട്ട് അദ്ദേഹം സുപ്രീം കോടതി പോയിട്ട് ഈ ഹാർഡ് ടു പ്രൂവ് ആൻഡ് ഹാർഡർ ടു ഡിസ്പ്രൂവിന്റെ ആർട്ടിക്കിളിന്റെ ഒക്കെ ബലത്തിൽ അദ്ദേഹം അവിടെ നിന്നും കേസിൽ നിന്നും ഫ്രീ ആയി വന്നു. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി അഗണി ഉണ്ടായതായിട്ട് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു പുസ്തകം എഴുതിയപ്പോഴ് അന്ന് ഇടതുപക്ഷമാണ് ഈ ആക്ഷേപം അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ പാർലമെന്റ് ഇലക്ഷൻ ജയിക്കുന്നൊക്കെ സമയത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ അലിഗേഷൻ വന്നത്. പിന്നെ റീസെന്റ് ആയിട്ട് നമ്മൾ ടിവിയിലെല്ലാം കണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, ആത്മകഥ പോലെ ഒരു പുസ്തകം വന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് അത് പ്രകാശനം ചെയ്തത്. അതൊരു കുറ്റബോധത്തോടു കൂടി വന്ന് ചെയ്തു കൊടുത്തതാണോ, യാദൃശ്ചികമാണോ എന്നൊക്കെ ചരിത്രം തെളിയിക്കട്ടെ. പക്ഷെ ആരെപ്പറ്റിയും ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ അവർ അണ്ടർഗോ ചെയ്യുന്ന ട്രോമ, അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഇൻഡിഗ്നിറ്റി, ഫാമിലിയിൽ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഷെയിം, ഡിസോണർ, ഇതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ പഴയ പറയുന്നുണ്ട് സ്ത്രീ ഒരുമ്പെട്ടാലെന്ന്. അപ്പൊ അങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങി ആരെങ്കിലും ചെയ്താൽ അത് തെറ്റാണ്. എന്നാൽ സ്ത്രീയെ സത്യത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടണം, അവർക്ക് എല്ലാ പരിരക്ഷയും കിട്ടണം. അവർ വിക്ടിം ആണെങ്കിൽ സുപ്രീം കോടതി പറയുന്നതനുസരിച്ചുള്ള വിക്ടിം പ്രൊട്ടക്ഷൻ അത് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിലെ വിറ്റ്നസസ് ഉണ്ടെങ്കിൽ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാര്യം വിറ്റ്നസിനെ ആരെങ്കിലും നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം അൻവർ MLA അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഏതോ മതപണ്ഡിതൻ വിളിച്ചേച്ച് പറഞ്ഞു നിങ്ങളെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പറയുന്ന MLA കൊല്ലും, റിച്ചായിട്ടുള്ള ഒരാളെ കൊല്ലും എന്നൊക്കെ വരെ പിന്നെ അങ്ങനത്തെ ഒരു ചർച്ചയുള്ളപ്പോൾ പാവപ്പെട്ട ഈ വിറ്റ്നസും അതുപോലെ തന്നെ വിക്ടിംസിനും ഒക്കെയുള്ള അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സേഫ് ഗാർഡ് വെച്ച് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ, വിക്ടിം പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്നാൽ പോലീസ് വളരെ ലെവൽ ഹെഡഡ് ആയിട്ട് നിരപരാധിയായ ആരെയും ചെയ്യരുത്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, നമ്മളെ മുണ്ടക്കയത്തുനിന്ന് കാണാതെ പോയ ജിസ്ന കേസിനകത്ത് CBI അവരെ പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ്, അതുപോലെ നാർക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ട് വന്ന് പറഞ്ഞ് ലോഡ്ജിലെ ജീവനക്കാരിയെ നടത്താൻ പോകുന്നു എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചാണ്. അതുപോലെ തന്നെ CBI വെസ്റ്റ് ബംഗാളിലെ ഡോക്ടറെ റേപ്പ് ചെയ്തു വന്ന കേസിലും CBI ഈ പറയുന്ന പോലുള്ള മോഡേൺ ഡയഗ്നോസ്റ്റിക് ഈ ടെക്നിക്സ്, ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അവരുടെ മെന്റൽ സിസ്റ്റത്തിന്റെ ഡയഗ്നോസിസ് ആണ്, അത് കള്ളമാണോ പറയുന്നത് ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ് ടെക്നിക്ക് അത് ചെയ്യണം. അതിന് യാതൊന്നും പഠിക്കേണ്ട. പക്ഷെ ഹേസ്റ്റി ആയിട്ട് ചെയ്യരുത്. ഹേസ്റ്റി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പെട്ടെന്ന് ചാടിക്കേറി ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ്, TIP, അറസ്റ്റിന് മുമ്പ് തന്നെ അവര് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പറയണം. ചില മടയൻ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അറസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ
ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നുണ്ട്. അതിന്റെ സാങ്കേതികം എന്താണ്? ഒരാൾ നിരപരാധിയാണോ പ്രതിയാണോ എന്ന് അറിയാൻ വേണ്ടിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ശ്രീ സക്കറിയ ജോർജ്, ഈ കേസിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. കാരണം മറ്റ് പല കേസുകളും ഇപ്പൊ മുകേഷ് അല്ലെങ്കിൽ മണിയൻപിള്ള രാജു, ജയസൂര്യ ഉൾപ്പെടെയുള്ള കേസെടുത്ത് നോക്കിയാൽ ഈ കേസിനാസ്പദമായ സംഭവങ്ങളൊക്കെ നടന്നത് കേരളത്തിലാണ്. പക്ഷേ നിവിൻ പോളിക്കെതിരായ കേസ്, ആ കേസ് നടന്നത് ഇത് ദുബായിലാണ്, വിദേശത്താണ്, കെട്ടിയിട്ട് ലഹരി നൽകി പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ്. ഇത് തെളിയിക്കുക പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമാണ്. കാരണം നിവിൻ പോളി പറയുന്നുണ്ട് ഇത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അങ്ങേയറ്റം വരെയും പോകും, കോടതി ഏത് രീതിയിൽ പോലും താൻ കോടതിയിൽ തന്നെ കേസ് നിയമപരമായി നേരിടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമാണോ ഇതിന്റെ ഒരു നിവിൻ പോളിയെ സംബന്ധിച്ച് നിരപരാധിത്വം തെളിയിക്കുക, പോലീസിനെ സംബന്ധിച്ച് കേസ് അന്വേഷണം നടത്തുക എന്നത്? അത് ഇച്ചിരി ടഫാണ്. പക്ഷെ പോലീസ് വളരെ സമചിത്തതയോടുകൂടി കേസ് അന്വേഷിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെയുള്ള ഇവര് താമസിക്കുന്നതൊക്കെ നല്ല ഹോട്ടലിലാണല്ലോ, അവിടെയൊക്കെ തീർച്ചയായിട്ടും ക്യാമറയൊക്കെ ഉണ്ടല്ലോ, ആ ഡീറ്റെയിൽ എവിഡൻസ് അവർക്ക് നോക്കാം. പിന്നെ നമ്മൾ പറയുന്നല്ലോ മൊബൈലെല്ലാം ഈ പറയുന്ന നടിക്കും ഉണ്ടാകും, നിവിനും ഉണ്ടാകും, ടവർ ലൊക്കേഷൻ ഒക്കെ നോക്കാം. പക്ഷെ നമ്മൾ അവിടെ പോകേണ്ടി വരും. കാരണം ഇവിടെ നിന്നുകൊണ്ട് ദുബൈയിലെ ടവർ ലൊക്കേഷൻ ഒന്നും നമുക്ക് കിട്ടത്തില്ല, അതുപോലെ CCTV കാര്യങ്ങൾ കിട്ടത്തില്ല. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ പോകേണ്ടി വരും. പിന്നെ അവിടെ ആയാലും ഇവിടെ ആയാലും ഇന്ത്യയിൽ കുറ്റമായ കാര്യം ലോകത്ത് എവിടെ വെച്ച് ചെയ്താലും ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടാവുന്ന രീതിയിൽ തന്നെ അതിനെ ട്രയലിന് വിചാരണയ്ക്ക് വിധേയമാക്കാമെന്ന് നമ്മുടെ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാരന് എവിടെ പോയിരുന്ന് കുറ്റം ചെയ്താലും അത് ഇന്ത്യയിലെ ശിക്ഷാ നിയമം പ്രകാരം കുറ്റം തന്നെയാണ്. അതിനകത്തുനിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല യഥാർത്ഥത്തിൽ റിയൽ ആണെങ്കിൽ. പക്ഷെ അവര് നിരപരാധികളാണ്, അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവർക്ക് ആത്മാഭിമാനത്തോടു കൂടി അവരുടെ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കാര്യം കൊടുക്കണം. അതിന് വളരെ വലിയ ചലഞ്ചാണ് ഇപ്പൊ എടുത്ത തീർച്ചയായും വ്യക്തമാണ്. വളരെ